ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അനീഷിനെ സേവാക്കുന്നുണ്ട്, ഷാനവാസിനെ സേവാക്കുന്നുണ്ട്, അതുപോലെ തന്നെ അക്ബർ സേവാക്കുന്നുണ്ട്, നൂറ് ഓൾറെഡി സേവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സേവാക്കും. ലാസ്റ്റ് വന്നിരിക്കുന്ന നിവിനും ആദിലയും സാബുമാനുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ എന്താ പറയുക, ലാസ്റ്റിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ ഒരു ബ്ലാങ്ക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പണ്ട് ജിസയിൽ പോയ സമയത്ത് വെച്ചതിൻ്റെ തൊട്ട് അവരെ 3 പേരേക്ക് നിർത്തുന്ന ഒരു വീഡിയോ ആണ് നിന്ന് പ്രമോ ആയിട്ട് വന്നിരിക്കുന്നത്. അറിയത്തില്ല ആരാ പോകുന്നത്. ചാൻസ് പറയുന്നത് സാബുമാനോ അല്ലെങ്കിൽ ആദിലയോ അല്ലെങ്കിൽ ഇവർ രണ്ടും ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അറിയത്തില്ല. നിവിൻ പോകാൻ ചാൻസ് വളരെ കുറവാണ്. കഴിഞ്ഞ ആഴ്ച പോലും ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലും നിവിന് ഓൾറെഡി സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിവിന് സേവ് ആയിരുന്നു അല്ലേ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിവിൻ സേവ് ആയിരുന്ന നല്ലോണം സപ്പോർട്ടുള്ള ആര്യനാണാവട്ടെ. അപ്പം ഈ ആഴ്ചയിൽ നിവിൻ പോകാൻ വളരെ ചാൻസ് കുറവാണ്. മിക്കവാറും നമ്മുടെ സാബുമോനോ അല്ലെങ്കിൽ ആദില അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പോകാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് നോക്കിയിരിക്കാം ആരാ പോകുന്നതെന്ന്. സാബുമാനും ആദിലയായിരിക്കും പോകുന്നത്. ഇവർ രണ്ടുപേരും കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഇപ്പം രണ്ടുപേരും പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഈ ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ ഈ ഒരാഴ്ചയും ഉള്ളൂ. ഇപ്പം തന്നെ അനുമോള്, നൂറ, അക്ബർ, ഷാനവാസ്, അനീഷ്, പിന്നെ ആരാ, ഇത്തരം പേര് ഓൾറെഡി സേവ് ആണ്. അപ്പോൾ 5 പേരുണ്ട്. ബാക്കി 3 പേര് പോകണം. ചിലപ്പം ഫൈനൽ 6 ആയിരിക്കും കേട്ടോ. 2 പേര് പോയി ഇന്ന് 2 പേരും നാളെ ഇന്ന് 2 പേര് പോവും. ഇപ്പം മിഡ് വേ കേവിഷനൂടെ വരും. അന്ന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൻ്റെ കൂട്ടി ലാസ്റ്റ് ദിവസമോ അതിൻ്റെ തലേ ദിവസമോ ഒരാളോട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ 3 പേര് ഈ ആഴ്ച പോകും. ഇല്ലെങ്കിൽ ഫൈനൽ 6 ആയിരിക്കും. അതുപോലെ തന്നെ 100 എന്തായാലും ഫൈനൽ വീക്കിലുള്ളൂ. ഫൈനൽ 5 എന്ന് വരുമെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 100 പോകാനും ഈ വീക്കിൽ പോകാനും ചാൻസ് കൂടുതലാണ് മിഡ് വീക്ക് ഏവിയേഷനിൽ കേട്ടോ. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇത്രയേ ഉള്ളായിരുന്നു. വൈകിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ടാറ്റാ.